12 ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് തോമസ് ലീഹ. ഇവിടെ തറയിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ വേദപുസ്തകത്തിൽ ഹ്രസ്വമായ ഒരു ഭാഗത്ത് മാത്രമാണ് തോമസ് ലീഹയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അത് മതി, ആ വളരെ കുറച്ചു ഭാഗം മതി ആ ശിഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയെക്കുറിച്ചും മനസ്സിലാക്കാൻ. ഞാനിത് എപ്പോഴും പറയുന്നത് കൊണ്ട് എന്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കി ഇടയ്ക്ക് തോമസ് ലീഹ എന്ന് കൂടി വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തട്ടിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ CMB ജോസഫ് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ സ്വാഗതം പറഞ്ഞ ഒരാൾ തോമസ് ലീഹയെ ഡൗട്ടിംഗ് തോമസ് എന്ന് പറഞ്ഞു. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനതിന് അങ്ങനെ ആ പേര് ഇട്ടത് എവിടെ നിന്നാന്ന് എനിക്കറിയില്ല, പുറത്തു നിന്ന് എവിടെ വന്ന പേരാണ്. സംശയാലുവായ തോമസ് എന്ന് തോമസ് ലീഹയെ വിളിക്കാൻ പാടില്ല എന്ന് ഞാൻ വളരെ ശക്തമായി അതിനോടൊന്ന് പ്രതികരിച്ചു. കാരണം ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തട്ടിൽ പിതാവ് പറഞ്ഞതുപോലെ തോമസ് ലീഹയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ലേ, ശിഷ്യന്റെ സാന്നിധ്യം. മറ്റ് ശിഷ്യന്മാർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ചെയ്തു വന്ന്. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ആ മുറിപ്പാട് കാണാതെ, അതിൽ വിരലിട്ട് നോക്കാതെ, ആ വിലാപ്പുറത്ത് കൈവയ്ക്കാതെ ഞാനത് വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ക്രിസ്തുവിനെ നേരിട്ട് കണ്ടപ്പോൾ ക്രിസ്തു പറഞ്ഞത് എന്താ? നീ നിന്റെ വിരലൊന്ന് നീട്ടി എന്നെ തൊടുക, എന്നിട്ട് ആ കൈ എന്റെ വിലാപ്പുറത്ത് വെക്കുക, എന്നിട്ട് വിശ്വസിക്കുക. അപ്പോൾ പറഞ്ഞത് എന്താണ്? ദൈവമേ, എന്റെ കർത്താവേ എന്നാണ് തിരിച്ചു പറഞ്ഞത്. ആ വിശ്വാസം തൊട്ടുനോക്കി. സത്യത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ക്രൈസ്തവരിൽ ഒരു വലിയ വിഭാഗത്തെ തൊട്ടുവിശ്വാസികൾ എന്ന് പൊതുവെ വിളിക്കാനുള്ള കാരണം തൊട്ടുനോക്കിയാലേ വിശ്വസിക്കുള്ളൂ എന്നുള്ള. ഞാനതിനൊരു വലിയ സർവകലാശാലയിലെ ഒരു വലിയ സയന്റിസ്റ്റ് പറഞ്ഞത് ഇത് തോമസ് ലീഹ സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥനാണെന്നാണ്. കാരണം സയന്റിസ്റ്റുകൾ ഒരു തീരുമാനത്തിൽ എത്തുന്നത് നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ എല്ലാം നോക്കി മനസ്സിലാക്കി കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ള ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലേ ഉള്ളൂ ഒരു ശാസ്ത്രീയ സത്യം വരുള്ളൂ. അപ്പൊ സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന ആളാണ് തോമസ് ലീഹ. പിന്നെ വിശ്വാസത്തെക്കുറിച്ച് എങ്ങനെയാണ് സംശയാലുവാകുന്നത്? ഇവിടെ തട്ടിൽ പിതാവ് പറഞ്ഞു, വി മേ ഗോ വിത്ത് ഹിം, അല്ലെ? വി ഗോ വിത്ത് ഹിം, വി മേ ഡൈ വിത്ത് ഹിം. അവനോട് കൂടി മരിപ്പാൻ നമ്മൾ പോവുക എന്നത് പറഞ്ഞതിനേക്കാൾ വലിയ വിശ്വാസ തീക്ഷ്ണത വേറെ എന്താണുള്ളത്? അപ്പൊ വളരെ വളരെ വ്യത്യസ്തനായി നിൽക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുക എന്നതിനേക്കാൾ വലിയ വിശ്വാസം വേറെ ഏതാ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ, ഒരു ചുമതല നമ്മൾ നിർവഹിക്കുമ്പോൾ അതിനുവേണ്ടി അർപ്പണബോധത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ്. ആ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം യാത്ര ചെയ്ത് ഭാരതത്തിൽ എത്തിയത്. AD 52 ഭാരതത്തിൽ എത്തുമ്പോൾ എത്രയോ ദുർഘടം നിറഞ്ഞ കടലിലൂടെ ആയിരിക്കും, അല്ലെ, സഞ്ചരിച്ച് ഇവിടെ എത്തിയത്. മരണത്തെ ഭയന്നല്ല പോയത്. ഈ സന്ദേശം എത്തിക്കുക എന്നുള്ള മിഷനായിരുന്നു. ആ ദൗത്യമാണ് തോമസ് ലീഹ നിറവേറ്റിയത്. എന്നോട് കഴിഞ്ഞ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ദൈവ നിയോഗമായി കാണുമെന്നാണ്. ഇതൊരു ഡിവൈൻ അസൈൻമെന്റാണ്, അല്ലാതെ വേറൊന്നും ആണെന്ന് കരുതുന്നില്ല. ദൈവത്തിന്റെ ഒരു നിയോഗമാണ് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, സാധാരണക്കാരെ, കഷ്ടപ്പെടുന്നവരെ ചേർത്തു പിടിക്കാൻ, അവരുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള ഒരു ദൈവ നിയോഗം തന്നെയായി ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഞാൻ ഈ മനോഹരമായ ദിവസത്തിൽ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. എന്നോടൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, മുഖ്യമന്ത്രിയായപ്പോൾ എന്താണ് പ്രാർത്ഥന, എന്താണ് മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ നിറയുന്നത് ശലോമോന്റെ പ്രാർത്ഥനയാണ്. നിന്റെ പ്രജകളെ നന്നായി നടത്താനുള്ള ജ്ഞാനം, വിസ്ഡം എനിക്ക് തരണമേ എന്നാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയാണ് എന്റെ മനസ്സിൽ. എന്റെ പ്രജകളല്ല, അത് രാജാക്കന്മാരാണ് എന്റെ പ്രജകൾ എന്ന് പറയുന്നത്. അവന്റെ പ്രജകളാണ്. അവന്റെ പ്രജകളെ നന്നായി നടത്തിക്കൊണ്ട് പോകാൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ജ്ഞാനം, വിസ്ഡം തരണമേ എന്നാണ് എന്റെ പ്രാർത്ഥന.
നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ തേരിലേറിയാണ് ഞാൻ ഈ കസേരയിലിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അത് ഞാൻ മറക്കില്ല എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ തറയിൽ പിതാവ് സൂചിപ്പിച്ച കുറെ കാര്യങ്ങൾ, ആ കാര്യത്തിലെല്ലാം കൃത്യമായ നിലപാടുകൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാറ്റം ഉണ്ടാവില്ല. ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഉണ്ടാകും എന്ന് മാത്രം വിനയപുരസരം സൂചിപ്പിച്ചുകൊണ്ട് ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.